ആരവല്ലി പർവ്വതനിരകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ നിർവചനം സുപ്രീം കോടതി കൂടി ശരിവെച്ചതോടെ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് ഇന്ത്യയിൽ. ആരവല്ലി കുന്നുകൾ ഖനന മാഫിയ ഇല്ലാതാക്കുമെന്നും തങ്ങളുടെ നാട് മരുഭൂമിയാക്കുമെന്നുള്ള ആശങ്കകളാണ് ഇവിടെ ഉയർന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലും പതിനായിരക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധങ്ങളുമായി ആരവല്ലിക്ക് കാവൽ നിൽക്കുന്നു. അതേസമയം തെരുവിലും സോഷ്യൽ മീഡിയകളിലും പ്രതിഷേധ കോട്ടകൾ കെട്ടുന്ന ജൻസികളെക്കുറിച്ച് കൂടി പറയാതെ ഈ ചിത്രം പൂർണ്ണമാവില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആരവല്ലിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. കമൻറ്റ് ബോക്സുകളിൽ സേവ് ആരവല്ലി ഹാഷ്ടാഗുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മില്യൺ വ്യൂസും ലൈക്കുകളുമാണ് ഓരോ പോസ്റ്റിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജൻസികളാണ് പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് അടിമകളാവുന്നു, രാജ്യം മുഴുവൻ തീരെഴുതി കൊടുക്കുന്നു, പരിസ്ഥിതിയെ വിറ്റ് കാശാക്കുന്നു തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കമൻറ്റ് ബോക്സ് നിറയെ. ഭരണകൂടത്തോടുള്ള എതിർപ്പും മടുപ്പുമാണ് സംസാരത്തിൽ ഏറെയും നിഴലിക്കുന്നത്. ചുരുക്കത്തിൽ ഏകാധിപത്യത്തെയും കോർപ്പറേറ്റ് വൽക്കരണത്തെയും നേർക്കുനേർ ചോദ്യം ചെയ്യുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. സോഷ്യൽ മീഡിയകളിൽ മാത്രമല്ല, തെരുവുകളിലും സജീവമായി അവരുണ്ട്. ഇന്നലെ ജയ്പൂരിൽ ആയിരക്കണക്കിന് ജൻസികൾ അണിനിരന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഈ ഭാഗം കാണുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. देश का पढ़ा लिखा युवा सड़कों पे आ गया है क्योंकि विधानसभा और संसद में अनपढ़ लोग बैठे हैं। आज इन्हें शर्म नहीं आ रही है कि आज प्रकृति खत्म हो रही है, 1000 AQI जा रहा है और ये लोग पहाड़ भी काटना चाह रहे हैं। अरे ये जेंसी नहीं होने देगा. ആയിരങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിയമനിർമ്മാണ സഭയിലെ അധികാര കസേരകളിൽ അമർന്നിരിക്കുന്ന നേതാക്കന്മാർക്ക് പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ ഒരപമാനവും തോന്നുന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് തോന്നുന്നുണ്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ അവസ്ഥ അത്യന്തം മോശമായി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആരവല്ലി കുഴിച്ചെടുക്കാനാണ് മോഹമെങ്കിൽ അതിന് ഈ രാജ്യത്തിലെ സാക്ഷരരായ ജൻസികൾ അനുവദിക്കില്ല. മറ്റൊരു ഭാഗം കൂടി നോക്കാം. ഈ തെരുവിൽ ഇന്ന് ഞങ്ങൾ 1000 പേരേ ഉള്ളൂ. പക്ഷേ വേണ്ടി വന്നാൽ നാളെ അത് 5 ലക്ഷവും 5 കോടിയുമൊക്കെയായി ഉയർത്താൻ ഞങ്ങൾക്കറിയാമെന്നാണ് മറ്റൊരു ചെറുപ്പക്കാരൻ ഉഷിരോടെ വിളിച്ചു പറയുന്നത്. ജയ്പൂരിൽ മാത്രമല്ല, രാജസ്ഥാനിലെ മറ്റു നഗരങ്ങളിലും ഹരിയാനയിലും നടക്കുന്ന പ്രതിഷേധങ്ങളിലും നിറസാന്നിധ്യമായ ജൻസികളുണ്ട്. ആരവല്ലി കൊണ്ട് മാത്രം ഉയർന്നു വന്നതല്ല ഈ പ്രതിഷേധങ്ങൾ. 3 ദിവസങ്ങൾക്ക് മുമ്പ് നവി മുംബൈയിൽ ജൻസികളുടെ ഒരു നിശബ്ദ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. 2026 ജനുവരിയിൽ നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ ക്ലീൻ എയർ ജീവൽ പ്രശ്നമാണെന്ന സന്ദേശമായിരുന്നു മനുഷ്യച്ചങ്ങല നൽകിയത്. ഇതുകൂടാതെ ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടും നിരന്തരം അവർ നിറഞ്ഞു നിൽക്കുന്നു. പറഞ്ഞു വരുമ്പോൾ ഏറെ പോസിറ്റീവ് സ്വഭാവം മാത്രം നിറഞ്ഞ സമീപനമാണ് ജൻസികളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നതെന്ന് തോന്നിയേക്കും. എന്നാൽ അങ്ങനെയല്ല. ചില പ്രശ്നങ്ങളും ഈ പ്രതികരണങ്ങളിലും പ്രതിഷേധങ്ങളിലും സംഭവിക്കുന്നുണ്ട്. പ്രധാനമായും കോടതി ഉൾപ്പെടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെയുള്ള സമീപനം. സുപ്രീം കോടതിയെപ്പോലും സംശയക്കണ്ണുകളോടെ കാണുന്ന അത്യന്തം അപകടകരമായ രീതി. അത് ഭരണഘടനാ ദർശനങ്ങൾക്കും മൂല്യങ്ങൾക്കും ചേർന്നതല്ല. ജനാധിപത്യ മര്യാദകൾ അംഗീകരിച്ചും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുമാവണം പ്രതിഷേധങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എന്നത് അവർ മറക്കുന്നു. മറ്റൊരു പ്രശ്നം ആധികാരിക അന്വേഷണങ്ങളുടെ അഭാവമാണ്. അൽഗോരിതം ഉയർത്തിക്കൊണ്ടുവരുന്ന കണ്ടന്റുകളാവില്ല ഒരുപക്ഷെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആധികാരികമായ ഇടങ്ങളിൽ നിന്ന് വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പ്രതികരിക്കുന്ന സ്വഭാവം പലപ്പോഴും ജൻസികൾക്ക് നഷ്ടമാവുന്നു. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ ഗുരുതര പ്രശ്നങ്ങളൊന്നും അത്ര ഇല്ലെന്ന് പറയാം. എന്തായാലും മനുഷ്യർക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ഒരു കൂട്ടം മനുഷ്യർ തെരുവിൽ കാവൽ നിൽക്കുന്നതും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സംശയമില്ല.